ഈ സംഭവം പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ആൾ വെല്ലുവിളിക്കാണ്. ചോദിക്കുക, ഇന്നുമില്ലേ കുറെ ആളുകൾ കുത്തുബെന്നും ഷെയ്ഖെന്നും വലിയെന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആളുകൾ? ധൈര്യമുണ്ടോ അവർക്ക് സൂര്യനെ മടക്കി വിളിക്കാൻ? ഒരിക്കലും കഴിയില്ല എന്ന പ്രഖ്യാപനം നഊദുബില്ല ഉമർ മൗലവിയുടെയും അതുപോലെ തന്നെ അപ്പറഞ്ഞ മൗലവിമാരുടെയും പട്ടികയിലേക്ക് അല്ല, സാക്ഷാൽ അബൂജഹലിന്റെ പട്ടികയിലേക്ക് നടന്നു കയറുകയാണ് അയാൾ. ശംസുൽ ഉലമയുടെ വാക്കുകൾ എത്ര വ്യക്തം, അവർ സുന്നിയല്ല എന്ന നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഞാൻ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളും കൂടി ഒന്ന് അറിയാൻ വേണ്ടി ഞാനതൊന്ന് കേൾപ്പിക്കുകയാണ്. വരട്ടെ. എവിടേക്കൊക്കെ കൊണ്ടുപോകുന്ന നെയ്യത്തേറിങ്ങള് ഇന്നലെ പറഞ്ഞു മൂസാ നബിന്റെ വഴിയിലാണ് എന്ന് മൂപ്പരോട് പറഞ്ഞിട്ടുണ്ടാലോ. നിങ്ങൾ മൂസാ നബിന്റെ വഴിയിൽ, ഞാൻ ഖിദിർ അലൈഹി ഇസ്ലാമിൻ്റെ വഴിയിൽ. എന്നിട്ട് ഇങ്ങനെ വിശകലനം ചെയ്യുന്ന അറിയവല് മൂസാ നബിയും ഖിദിർ നബിയും നോക്കുമ്പോൾ മൂസാ നബിയാണ് ഉയർന്നത് പോലും പറയാം. അപ്പ എന്താകണം? അതിന്റെ ഫലം എന്താ, നെത്തീജ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ചങ്ങായിയാണ് ഉന്നതൻ എന്ന്. നഊദുബില്ലാ. എവിടേക്കാണ് ഈ പോക്ക്? ഇത് കേട്ട് ഞങ്ങള് പച്ച കള്ളം പറയണേ നമുക്ക്. എന്നിട്ട് ഈ ചെങ്ങായി എപ്പിസ്ഥാനാണ് ഈ ചെങ്ങായി എന്ന് വിളിക്കണ്ടേ? ഈ മൈൻഡ് ഈ ചെങ്ങായിയാണ് ഉന്നതൻ എന്ന് പറഞ്ഞാൽ എപ്പിസ്ഥാനാണ് ഉന്നതൻ, മടവൂർ ശേഖരനേക്കാൾ ഉന്നതൻ എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ വെറ്റി തീർക്കാണെന്ന് പച്ച കള്ളം പറയുകയാണെങ്കിൽ നമുക്ക്. എന്നിട്ട് ഈ പോത്തുനിന്ന് ചോദിക്കേണ്ടത് അറിയോ? ഞാനിവിടെ എപ്പിസ്ഥാനം ചിത്താറിനെ ഞാൻ ആർത്തൊന്ന് കാണിച്ചില്ലേ? അബൂജഹലിന്റെക്കാൾ മേലെ പോയി, അബൂജഹലിന്റെ ആ ഗണത്തിലേക്ക് പോയി ഇയാള് എപ്പിസ്ഥാനിൽ പ്രസംഗിച്ച പോത്താവൻ. ഇതാണ് ഞങ്ങള് ചങ്ങായി. നമ്മുടെ ബാപ്പാനെക്കാട്ടും പ്രായമുണ്ട് എപ്പിസ്ഥാന്. എന്നിട്ടാണ് ആ ഉസ്താദിനെ ഈ ഹംക്ക് വിളിക്കുന്നത് കണ്ടില്ലേ? പിന്നെ നമ്മളാണ് കയറ്റുമോ? എന്നിട്ട് ഓനെ തടഞ്ഞതും സാലിനെ തടഞ്ഞത് ഓന്റെ പെങ്ങന്മാരും ഓന്റെ അളിയന്മാരും ഓലെ വീട്ടുകാരനാണ്. അതിന്റെ അടയാള കാരണം ഉണ്ടാവും, ഓൾക്കറിയാം. അല്ല പുറത്തുനിന്ന് ഒരാൾ ഒന്നും അവിടെ തടഞ്ഞിട്ടില്ല. ആ വീട്ടുകാര് രണ്ടോടസ്ഥാനം മക്കള്, പേരമക്കള്, പെങ്ങന്മാര് ആണ്ട് അറിഞ്ഞിട്ടില്ല. ഇതിന് കാരണം ഉണ്ടാവും. ഇപ്പൊ എന്നോ അവിടെ ഇറങ്ങി പോയിക്കണില്ലേ? പിന്നെ ഈ എപ്പിസ്ഥാനിൽ തെരുവ് വരുന്ന ആൾക്കാരെ കൂട്ടിയിട്ട് വന്നാൽ ഇന്ത്യ സ്വാധീനം ഒറ്റയ്ക്ക് പോയി പറഞ്ഞാൽ പോരാ. ഈ പൂത്താളെ കണ്ടു കൊണ്ടോണ്ട ആവശ്യമില്ലല്ലോ. ഈ എപ്പിസ്ഥാനിൽ തെരുവ് വരുന്ന ഈ നൗഷാദിനെ പോലത്തെ പൂത്താളായിട്ട് ആണ്ട് പോകണ്ടല്ലോ. ഇന്ത്യ സ്വാധീനം ഒറ്റയ്ക്ക് പോയി പറഞ്ഞാൽ പോരെ. ഈ അംകാളത്തിന് ആണ്ട് കൊണ്ടുപോണ് ഒരേ അടവ് തെറ്റി വണ്ടികളും കുഞ്ഞമീര വാശി പറഞ്ഞാൽ ഒരേ കൂട്ടിക്കാട് പോകാൻ ആരില്ലല്ലോ. സ്വാധീനാണ് ഓൻ്റെ അമ്മ മരിച്ചാണ് ഓൻ്റെ അമ്മക്ക് വറക്കാം, ഓനക്ക് പോയി വറക്കാം. അല്ലാതെ ഓരെ തീറ്റിപ്പോറ്റിന് ഓർക്ക് എല്ലാം ചെയ്തു കൊടുക്കണം. എപ്പിസ്ഥാന്റെ പച്ചക്ക് തെരുവ് പറഞ്ഞ ഇതേമാതിരി എപ്പിസ്ഥാൻ നിസ്സാരാക്കണ ആളുകളെ കൂട്ടി പോയാൽ സ്വാധീനം ഓൻ്റെ പെങ്ങന്മാർ തടഞ്ഞു, ഓൻ്റെ അളിയന്മാർ തടഞ്ഞു, ഓലെ കുടുംബക്കാർ തടഞ്ഞു. അതിന്റെ അപ്പുറം ഒരു സംഘടനക്കാരും വന്നിട്ടില്ല, ഒരാളും വന്നിട്ടില്ല. പച്ച കള്ളം പറയാ കാട്ടുകളെ നിന്ന്. ഓൻ ചോദിക്കണ്ട് ഞാനിവിടെ തെരുവ് പറഞ്ഞേ, ഈ തെരുവ് പറഞ്ഞില്ലേ? എത്ര തെരുവ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ത്യത്തിന്റെ എപ്പിസ്ഥാനെ കാട്ടുകളൻ സമതും ഈ നൗഷാദൊക്കെ തെരുവ് പറഞ്ഞേ, മനസ്സിലായോ? എന്നിട്ട് തെരുവ് പറഞ്ഞു ഇവിടെ ഇതന്നെ തെരുവല്ലേ? എൻ്റെ വാപ്പാനക്കാളും പ്രായജടാ. എന്നിട്ടല്ല നമുക്ക് ഈ ചങ്ങായി എന്ന് വിളിച്ച് ആരെ വിളിച്ച് ഉസ്താദന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. അവൻ്റെ തെറികളൊക്കെ ഞാൻ ശേഖരിക്കണം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. തെറി പറഞ്ഞിട്ടില്ലെന്നോ? നാർത്തൊന്ന് ഞാൻ കേൾപ്പിച്ചു. ഇത് രണ്ടാമത്താ. ഇനി എത്ര ഉണ്ട്? ഗാൻഡ് മുഫ്തിലാന്ന് പറഞ്ഞിട്ടില്ലേ? ഷെയ്ത്താനുൽ ഉലമ എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ കാട്ടുകളെ നൗഷാദൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നേരെ ചെല്ലുകയാണ്. മുന്നിൽ സ്വാലി സഖാഫിയുണ്ട്. അദ്ദേഹം നേരിട്ട് ചെന്നപ്പോ അപ്പൊ ഈ കാറിന്റെ സമീപത്ത് വെച്ച് തന്നെ ഇവരുടെ ചില ആളുകൾ പ്രവർത്തകരെ അഥവാ ഗുണ്ടകളെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ തന്നെ കയർക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉസ്താദിനെ തെറി പറയുന്നവർ എന്നൊക്കെയാ പറയുന്നത്. ഉസ്താദിനെ ആര് തെറി പറഞ്ഞു? ഒരു ഗുണ്ടകളുമില്ല. അണ്ടോണസ്ഥാന്റെ മക്കള്, വേറെ കുട്ടികള്, ഒരേ കുടുംബം. എ പി സ്ഥാനം തെറി വരുന്ന അന്നാട് കയറ്റൂല എന്ന് പറഞ്ഞത്. അന്ന കുട്ടിയുടെ പോയാൽ കയറ്റൂല, അതാ പറഞ്ഞത്. അതാ ആ കുടുംബക്കാരാ. മുമ്പേ പെൺകുട്ടികളുടെ മക്കള്, ബാക്കിക്കാര്, ആ കുടുംബം. അതിലൊരു ഉണ്ടാവശ്യമില്ല. ഓലെ തീറ്റിപ്പോട്ട് ഓലെ വാപ്പാനെ തെറി പറഞ്ഞാൽ ഒരു പിന്നെ അന്നോട് കയറ്റും. ഈ തെറി പറഞ്ഞിട്ടില്ലേ? ജെ പി സ്ഥാനം ചങ്ങായി പറഞ്ഞിട്ടില്ലേ? ജെ പി സ്ഥാനം കള്ളനാന്ന് പറഞ്ഞിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയും. എൻ്റെ ഉണ്ടാക്കാം ഏറ്റവും വലിയ കള്ളനാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഷെയ്ത്താനുൽ ഉലമ എന്ന് പറഞ്ഞിട്ടില്ലേ? ഗ്രാൻഡ് മുഫ്തീനാന്ന് പറഞ്ഞിട്ടില്ലേ? ഗ്രാൻഡ് മുഫ്തിയല്ല, ഗ്രാൻഡ് മുഫ്തീനാണ്. എന്തെല്ലാം എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്? അബൂജഹലിനെ പോലെയെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ അന്ന അങ്ങോട്ട് കയറ്റുമോ? പിന്നെ അത് ഉണ്ടായിട്ടൊന്നുമില്ല. ആ കുടുംബക്കാർ, അത് അറിയുന്ന കുടുംബക്കാർ ഓരിതൊക്കെ കണ്ട്, ഞങ്ങൾ ഇടുന്ന ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഒരു കണ്ട് ജെ പി സ്ഥാനം തെറി പറഞ്ഞൊക്കെ ഒരു അറിയണ്ട്. എന്താ മനസ്സിലാക്കിയത്? അതുകൊണ്ട് അന്നാട് കയറ്റൂല. ഇനി ഏത് എ പിക്കാരെ വരി, എ പി സ്ഥാനം മഹബത്ത് വെക്കണ ഏത് എ പിക്കാരെ വരിക്ക് പോയാലും അന്ന അവിടുന്ന് കാട്ടും, ഒരു സംശയമില്ല. അതെന്താ കാരണം? എ പി സ്ഥാനം സ്നേഹിക്കുന്നതാക്കി അന്ന അംഗീകരിക്കാൻ കഴിയില്ല, വായിപ്പിച്ചും. എ പി സ്ഥാനം സുന്നിയല്ല എന്ന് പറഞ്ഞാൽ അന്ന എ പി സ്ഥാനത്തിന്റെ ആളുകൾ സ്വീകരിക്കുമോ? പോട്ടെ.
APക്കാർ ശൂന്യല്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചെടുക്കുക. പിന്നെ എന്തിനാ ഹംകേജാണ്ട് പോയത്? എന്തിനാ പോയത്? എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്തവരൊന്നും ശൂന്യല്ല എന്ന് പറഞ്ഞിരിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടോണസ്താദ് അടക്കം ശൂന്യല്ല എന്ന് പ്രസംഗിച്ചെടുക്കുന്ന അജ്ജ. അണ്ടോണസ്താദ് അടക്കം ശൂന്യല്ല എന്ന് പ്രസംഗിച്ചെടുക്കണ്ടേ. പിന്നെ അണ്ടോണസ്താദിന്റെ ഭാര്യ മരിച്ചു കൊടുത്തേക്ക് ഇത് പോകുമ്പം അന്നങ്ങനെ കയറ്റുമോ? ഞങ്ങൾ വാപ്പ ശൂന്യല്ല എന്ന് ഞങ്ങളമ്മ ശൂന്യല്ല എന്ന് പറഞ്ഞവൻ പിന്നെ എന്തിനാ ഞങ്ങൾ ഉമ്മാക്കും വേണ്ടി ഓർക്കാൻ പറ്റുന്നത് പോലും ചിന്തിച്ചു. ആ മക്കളും ആ പേരക്കുട്ടികളോടോ അന്നെ ആട്ടിയത്. അല്ലാതെ അവിടെ ഉണ്ടായിസോ ഒരു സംഘടനക്കാരോ ആരുമില്ല. ആർക്കത് അറിയാത്തേ? എന്നിട്ട് സംഘടന വെച്ചിട്ട് വെട്ടി തീർക്കുക, അട്ടിമറിച്ച് കാണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് കണ്ട് കൂട്ടിമാട്ടേണ്ട ചെയ്യ്. അതോടെ എല്ലാവർക്കും അറിയും. മനസ്സിലായോ? ഈ എത്ര സ്ഥലത്ത് പ്രസംഗിച്ചിക്കണടാ? എത്ര സ്ഥലത്ത് പ്രസംഗിച്ചിക്കണേ? എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്തവർ, അയി പങ്കെടുത്ത ആളാ. സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയവർ ഒരു ശൂന്യല്ല, അയി പെട്ട ആളാണ് ഉസ്താദേ. ഓരൊക്കെ ആഹാരം കഴിക്കുന്നല്ല, അണ്ടന്മാര് മറ്റേ തിന്നുന്ന ആൾക്കാരല്ല. ഓർക്കറിയാം ഓല വാപ്പ ശൂന്യല്ല എന്ന് പറഞ്ഞാൽ ആള് പിന്നെ അങ്ങോട്ട് പോകാൻ പാടുണ്ടോ ഓർക്കാൻ വേണ്ടിയിട്ട്? ഇത് ആർക്കും വേണ്ടി ഓർക്കാനായിട്ട് പോയത്? ശൂന്യമില്ലാത്തവർക്കോ? ആദ്യം എൻ്റെ പ്രസംഗമൊക്കെ പിൻവലിച്ച് മാപ്പ് പറഞ്ഞിട്ട് പോടാ, അപ്പോൾ ഇപ്പോൾ കയറ്റും. ഇവിടെ പറഞ്ഞ് മോങ്ങ പറഞ്ഞു കണ്ട് ബാക്കി നിങ്ങൾ തരാം ഇൻഷാ അല്ലാ കേട്ടോ. എൻ്റെ പ്രസംഗത്തിനൊക്കെ